സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ട്രംപ് ഭീഷണിയും പരിഹാസവും തുടർന്നാൽ ഇനി സമാധാന കരാറിൽ ചർച്ചയില്ല എന്നാണ് അബ്ബാസ് അരാഗ്ചിയുടെ കടുപ്പിച്ചുള്ള മറുപടി. ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് ചില വിലയിരുത്തലുകളും വരുന്നത്. അതിന് പല കാരണങ്ങളാണ് അലി ഖമൈനിയുടെ ഖബറടക്ക ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അതുമാത്രമല്ല, അലി ഖമൈനിയുടെ ഖബറടക്കത്തിന്റെ തക്കം നോക്കി ഹോർമൂസിൽ നിർദ്ദേശം ലംഘിച്ച ഖത്തറിന്റെയും സൗദിയുടെയും കപ്പലുകൾക്ക് നേരെ ഇറാൻ വിപ്ലവസേന വെടിവെക്കുകയും ചെയ്തു. അതായത് ട്രംപിന് വാക്കുകൊണ്ടും തോക്കുകൊണ്ടും മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ എന്ന് തന്നെ പറയാം. അലി ഖമനേയുടെ ഖബറടക്ക ചടങ്ങൊന്നും മറുപടിക്കോ സൈനിക നടപടിക്കോ തടസ്സമല്ല എന്ന് തന്നെയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്ന സന്ദേശം. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ തൊട്ടാൽ നോക്കി നിൽക്കില്ല എന്നാണ് അരാഗ്ചിയും കൂട്ടരും വ്യക്തമാക്കുന്നത്. ഇറാൻ പെട്ടെന്ന് കരാറിന് തയ്യാറാകണം, ഇല്ലെങ്കിൽ തങ്ങൾ ജോലി പൂർത്തിയാക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഖമനയുടെ ഖബറടക്ക ചടങ്ങ് തുടങ്ങിയത് മുതൽ ട്രംപ് പല രീതിയിലുള്ള പ്രകോപന പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം കൂടിയാണ് ഇറാൻ രണ്ടും കൽപ്പിച്ച് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടെയാണ് ഖത്തറിന്റെയും സൗദിയുടെയും കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ നോക്കിയത്. രണ്ട് കപ്പലുകളെയും ആക്രമിച്ചതിലൂടെ അമേരിക്കൻ നാവികസേനയ്ക്ക് കൂടിയാണ് ഇറാൻ തിരിച്ചടി കൊടുത്തത് എന്നും പറയാം. അതായത് ഇറാൻ കടുത്ത നീക്കത്തിലാണ് എന്ന് വ്യക്തം. ചർച്ചയെങ്കിൽ ചർച്ച, അതല്ലെങ്കിൽ സൈനിക നടപടി, ആ നിലയ്ക്കാണ് ഇറാന്റെ ഓരോ നീക്കങ്ങളും. ആയത്തുള്ള അലി ഖമനയുടെ ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഇറാൻ ജനത വലിയ രീതിയിൽ അമേരിക്കക്കെതിരെയും ട്രംപിനെതിരെയും രോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവും അവിടെയുണ്ട്. അതിനിടയ്ക്കാണ് അരാഗ്ചിയുടെ കടുത്ത മറുപടിയും ഇറാൻ വിപ്ലവസേനയുടെ വെടിവെപ്പും ഉണ്ടായത് എന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുമോ എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെയുള്ള 3 പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം എന്താണ് അരാഗ്ചിയുടെ മറുപടിയും ഇറാന്റെ ഹോർമൂസിലെ സൈനിക നടപടിയുമെന്ന് വിശദമായി അറിയാം. അമേരിക്കയുമായി കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ 13ാം ഖണ്ഡിക ഉദ്ധരിച്ചുകൊണ്ടാണ് ഭീഷണികൾ തുടരുകയാണ് എങ്കിൽ അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയത്. നിങ്ങളുടെ ഒപ്പിനെ മാനിക്കുക എന്നാണ് അബ്ബാസ് അരാഗ്ചി എക്സിൽ കുറിച്ചത്. അതായത് ട്രംപിന്റെ ഒപ്പിനെ ട്രംപ് മാനിക്കുക എന്നാണ് അബ്ബാസ് അരാഗ്ചി എക്സിൽ കുറിച്ചത്. വേണ്ടി വന്നാൽ ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ ഒരു മടിയുമില്ല എന്ന് തന്നെയാണ് അരാഗ്ചി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതിലേക്ക് വിശദമായി വരാം. അതിനു മുമ്പ് എന്തായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നുകൂടി നമുക്ക് നോക്കാം. ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി ഇങ്ങനെയായിരുന്നു. നോക്കൂ, ഒരു രീതിയിലല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഒന്നുകിൽ നമ്മൾ ഒരു കരാറിലെത്തും, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ ജോലി പൂർത്തിയാക്കും. ജോലി പൂർത്തിയാക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല എന്നാണ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഇറാനെ തീർത്ത് കളയുമെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ്. അതിനുള്ള മറുപടിയായിട്ടാണ് അരാഗ്ചി എത്തിയത്. അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയ ദിവസം മുതൽ ട്രംപ് ഭീഷണിയും പരിഹാസവും നടത്തി തുടങ്ങിയതാണ്. ചടങ്ങുകളിലെ ജനപങ്കാളിത്തം കണ്ട് അന്താളിച്ചാണ് ട്രംപിന്റെ പരിഹാസം എന്നത് വ്യക്തമാണ്. അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ കണ്ണീര് കള്ളക്കണ്ണീരാകാമെന്നും സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന് തങ്ങൾ ഒരാഴ്ചത്തെ അവധി നൽകിയെന്നുമാണ് ട്രംപ് പരിഹസിച്ചത്. കൂടാതെ ഒരൊറ്റ വെടിക്ക് ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇറാന്റെ ബാക്കി നേതൃത്വത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നിട്ടും ചർച്ചകൾക്ക് ആളുണ്ടാകാൻ വേണ്ടി താൻ അത് ചെയ്തില്ല എന്ന രീതിയിലും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. നമുക്കറിയാം, ഭീഷണികളുടെ നിഴലിൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നത് ഇറാൻ എപ്പോഴും പുലർത്തുന്ന നിലപാടാണ്, കർശന നിലപാടാണ്. ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കാൻ നോക്കരുത് എന്ന് പലകുറി ഇറാൻ ട്രംപിനോട് പറഞ്ഞിട്ടുള്ളതുമാണ്. ട്രംപിന്റെ പരമാവധി സമ്മർദ്ദം എന്ന തന്ത്രം ഇറാന് മുന്നിൽ എപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇറാനിലെ സാഹചര്യം വ്യത്യസ്തമാണ്. നമുക്കറിയാം, അലി ഖമനയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിലവിൽ അതിശക്തമായ അമേരിക്കൻ ട്രംപ് വിരുദ്ധ വികാരമാണ് ഉള്ളത്. അത് വിലാപയാത്രയിൽ കോടിക്കണക്കിന് ജനക്കൂട്ടം കൃത്യമായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഭരണകൂടവും സൈന്യവും ഇപ്പോഴത്തെ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നതും നമ്മൾ പ്രത്യേകമായി നോക്കിക്കാണണം. ദശകങ്ങളായി ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ ഓർമ്മകളിൽ ഇറാൻ വലിയ ദുഃഖത്തിലാണ്. ഈ സമയത്ത് ട്രംപ് നടത്തിയ കള്ളക്കണ്ണീർ പരിഹാസവും തീർത്തുകളയും എന്നുള്ള ഭീഷണിയും ഇറാൻ ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ പരിഹാസത്തോടും ഭീഷണിയോടും മറുപടി പറയണം, കൃത്യമായ മറുപടി പറയണം എന്ന നിലപാടിലേക്ക് ഇറാൻ ഭരണകൂടം എത്തിയത്. ട്രംപിന് മറുപടി കൊടുക്കാതിരുന്നാൽ അത് ആഭ്യന്തരമായി തിരിച്ചടിയാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ട്രംപിന് ചുട്ട മറുപടി നൽകുകയും അമേരിക്കൻ പിന്തുണയോടെ ഹോർമൂസ് കടക്കാൻ വന്ന കപ്പലുകളെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്
ജനവികാരത്തെ മാനിച്ച് അബ്ബാസ് അരാക്ചി പറഞ്ഞതുപോലെ ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന വിലയിരുത്തലും വരുന്നത്. കാരണം ആയത്തുള്ള അലി ഖമനയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അത്രത്തോളം വലിയ വൈകാരികമായ തലത്തിലാണ് ഇറാൻ ജനത അല്ലെങ്കിൽ ഇറാൻ ആകെ അവിടെ ഉള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങളെയും അലി ഖമനയെയും പരിഹസിച്ച അമേരിക്കയോട് ചർച്ച നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്കാണ് ഇറാൻ്റെ ഉന്നത നേതൃത്വം എത്തിയിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് അല്ലെങ്കിൽ എന്ന സൂചനയാണ് പല ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരും പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ കൃത്യമായ സൂചനയാണ്, അതായത് അങ്ങനെ ഒരു നിലപാടെടുത്തതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇറാൻ ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ. ട്രംപിൻ്റെ ഭീഷണികൾക്കൊന്നും തങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കൃത്യമായി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ട്രംപിൻ്റെ അവസാന ഭീഷണി വന്ന് മണിക്കൂറുകൾക്കകം ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടെ വന്ന കപ്പലുകളെ ഇറാൻ വിപ്ലവസേന ആക്രമിച്ചത്. ഖത്തറിൻ്റെ പൊതുമേഖലാ ഷിപ്പിംഗ് കമ്പനിയായ നഖിലാത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അൽ റഖയാത്ത് എന്ന LNG കപ്പലിന് നേരെയും സൗദി അറേബ്യയുടെ ഷിപ്പിംഗ് കമ്പനിയായ ബഹരിയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെയുമാണ് ഇറാൻ വെടിവെച്ചത് എന്നാണ് റിപ്പോർട്ട്. ഖത്തറിൻ്റെ കപ്പലിൽ ഈ മിസൈൽ പതിച്ചതിനെ തുടർന്ന് എഞ്ചിൻ റൂമിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു എന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് എന്ന ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ നിർദ്ദേശം ലംഘിച്ച് അമേരിക്കൻ നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിച്ചതിനാണ് കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിട്ടത്. അതായത് ഹോർമൂസിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 റൂട്ടുകളാണ് ഉള്ളത്. അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒന്ന്, ഇറാൻ പ്രഖ്യാപിച്ച പുതിയ വടക്കൻ പാത. യുദ്ധത്തിന് ശേഷം ഇറാൻ പ്രഖ്യാപിച്ച പാതയാണ് ഇത്. ചിത്രത്തിൽ ഇറാന്റെ തീരത്തോട് വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന പാതയാണ് ഇത്. ഈ പാതയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷ നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പകരം കപ്പലുകൾ ചുങ്കം ഇറാന് നൽകണം. ഇനി രണ്ടാമത്തെ പാതയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പരമ്പരാഗതമായിട്ടുള്ള പാതയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര കപ്പലുകൾ സാധാരണയായി ഉപയോഗിച്ചിരുന്ന ഒരു റൂട്ടാണ് ഇത്. ഈ റൂട്ടിലാണ് ഇറാൻ വ്യാപകമായി യുദ്ധത്തിൻ്റെ ഭാഗമായി കടൽ മൈനുകൾ നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതം ഒട്ടും സുരക്ഷിതമല്ല. ഇനി മൂന്നാമത്തെ പാതയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ധാരണാപത്രം ഒപ്പിട്ട ശേഷം, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റവും ഒടുവിലത്തെ ധാരണാപത്രം ഒപ്പിട്ട ശേഷം അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒമാൻ തുറന്ന പാതയാണ് ഇത്. ഒമാൻ തീരത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന പാത. ഈ പാതയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഖത്തറിൻ്റെയും സൗദിയുടെയും കപ്പലിന് നേരെ ഇറാൻ നാവികസേന വെടിവെച്ചത്. ഈ പാത നിയമവിരുദ്ധമാണ് എന്നും അംഗീകരിക്കില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം നടക്കുന്നത് കൊണ്ട് തന്നെ ഒമാന്റെ അടുത്തുകൂടിയുള്ള ഈ വഴി തെരഞ്ഞെടുത്താലും ഇറാൻ ആക്രമിക്കില്ല എന്നാണ് അമേരിക്കയും ഖത്തറും സൗദിയും കരുതിയത്. ആ തക്കം നോക്കിയാണ് അമേരിക്ക ഇത്തരമൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കൻ സൈന്യത്തിൻ്റെ പച്ചക്കൊടിയോടെയും സുരക്ഷാ ഉറപ്പിന്മേലുമാണ് ഈ കപ്പലുകൾ ഈ പാതയിലൂടെ മുന്നോട്ട് പോയത്. അതിനെയാണ് ഇറാൻ പൊളിച്ച് കയ്യിൽ കൊടുത്തത്. രാജ്യം അലി ഖമനയുടെ ഓർമ്മകളിലും വലിയ ദുഃഖാചരണത്തിലും ആണെങ്കിലും സൈനിക ജാഗ്രതയ്ക്കോ പ്രതിരോധ ശേഷിക്കോ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ അവിടെ നൽകിയത്. രാജ്യം പ്രതിസന്ധിയിലാണെങ്കിലും അതിർത്തിയിലും പരമാധികാരത്തിലും തൊട്ടുകളിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ തെളിയിച്ചത്, ഇറാൻ വിപ്ലവസേന പ്രസ്താവിച്ചിട്ടുള്ളത്. മാത്രമല്ല, ട്രംപിൻ്റെ പരിഹാസങ്ങളും ഭീഷണികളും ഇറാൻ കണക്കിലെടുക്കുകയും ചെയ്തു. കപ്പലുകൾ ഖത്തറിൻ്റെയും സൗദിയുടെയും ആണെങ്കിലും അമേരിക്ക ഒരുക്കിയതും പിന്തുണച്ചതുമായ തന്ത്രപരമായ പാതയിലൂടെ സഞ്ചരിച്ചു എന്നത് തന്നെയാണ് ഇവയെ വെടിവെക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യമിടാൻ ഇറാനെ പ്രേരിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കും നയങ്ങൾക്കുമേറ്റ നേരിട്ടുള്ള പ്രഹരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേരിട്ടുള്ള പ്രഹരം ഇറാൻ കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിനിടയ്ക്ക് ആയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്ര തുടരുകയാണ്. ഷിയ പുണ്യനഗരമായ ഖോമിൽ 10 ലക്ഷത്തിലധികം ആളുകളാണ് ഒത്തുകൂടിയത്. ഖോമിൽ അമേരിക്കയ്ക്കെതിരെയും ട്രംപിനും നെതന്യാഹുവിനുമെതിരെയും ജനക്കൂട്ടം വലിയ മുദ്രാവാക്യം മുഴക്കി ടെഹ്റാനിലൊക്കെ കണ്ടതുപോലെ അടുത്ത ദിവസം വിലാപയാത്ര ഇറാഖിലെ പുണ്യനഗരങ്ങളിലേക്ക് പോകും. കർബലിലേക്കും നജഫിലേക്കും പോകും. ഇനി ഒന്ന് മാത്രമാണ് ചോദ്യം, ഇറാൻ ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചർച്ചയിൽ നിന്ന് പിന്മാറുമോ, അതോ ഇത് ഇറാൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണോ? സമ്മർദ്ദം, അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ഇറാൻ്റെ മറ്റൊരു പേർഷ്യൻ തന്ത്രമാണോ? അടുത്ത മണിക്കൂറുകളിലും ദിവസങ്ങളിലും മാത്രമേ ഇതിന് നമുക്ക് ഉത്തരം കിട്ടൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപ്ലി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.